ഉത്തരകാശിയിലേക്കാണ്. മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും നാശം വിതച്ച ഉത്തരകാശിയിൽ രക്ഷാദൗത്യം തുടരുന്നു. ഊർജിത തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. 12 ഗ്രാമങ്ങൾ ആകെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 28 അംഗ മലയാളി സംഘം, അത് മുംബൈയിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ളവർ കുടുങ്ങിയിരുന്നു. അവിടെ ഗംഗോത്രിയിലെ ക്യാമ്പിലാണ് അവർ ഉള്ളത്. സുരക്ഷിതരാണ്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 190 പേരെയാണ് ഇതിനോടകം രക്ഷപ്പെടുത്താൻ ദൗത്യ സംഘത്തിന് ആയിട്ടുള്ളതും. അതേസമയം ഉത്തരാഖണ്ഡിലെ പൗരിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ദുരന്തഭൂമിയിൽ ജനം TV സംഘവുമുണ്ട്. എസ് നന്ദഗോപൻ അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? പുലർച്ചെ മുതൽ, അതായത് ഈ വെട്ടം വീണ ആ സമയം മുതൽ തന്നെ NDRFന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തെ NDRFന്റെ മുഴുവൻ സംഘത്തെയും ഈ ധാരാസിയിലെ ദുരന്ത മേഖലയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചു. ആദ്യഘട്ടത്തിൽ ഇവരെ റോഡ് മാർഗം എത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്തിക്കുമെന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഉത്തരകാശിയിൽ നിന്നും ധാരാസിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാത പൂർണ്ണമായും ഇടിഞ്ഞിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഇതേ സ്ഥലത്ത് നിന്ന് നമ്മൾ ലൈവ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലത്തെ അവസ്ഥയല്ല. ഇന്നലത്തേക്കാൾ കൂടുതൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി. ഒരു മരം ഇപ്പോൾ ഈ റോഡിലേക്ക് വീണ് കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഈ സമയത്ത് ഈ മരങ്ങളോ അല്ലെങ്കിൽ മരം റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. റോഡ് ഇന്നലെ ഇത്രമാത്രം തകർന്നിരുന്നില്ല. ഇന്നിപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ റോഡ് തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതാണ്ട് 20ഓളം ഗ്രാമങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഈ റോഡ് ഇപ്പോൾ ഇത് BROയുടെ നേതൃത്വത്തിൽ, ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഗ്രിഫ് ടീം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ റോഡിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എന്നിരുന്നാൽ തന്നെയും ഈ റോഡ് അഥവാ ശരിയാക്കിയാൽ തന്നെയും ഇതിന് മുന്നിൽ മറ്റൊരു പാലമുണ്ട്. ആ പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാലം കൂടി നന്നാക്കിയാൽ മാത്രമേ, ഈ റോഡും ആ പാലവും കൂടി നന്നാക്കിയാൽ മാത്രമേ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ കഴിയൂ. അതുവരെ ഹെലികോപ്റ്റർ മാർഗം മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം. ഹെലികോപ്റ്റർ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ ഫ്ലഡ് നടന്ന, അല്ലെങ്കിൽ മേഘവിസ്ഫോടനം നടന്ന ധരാസിയിലേക്ക് എത്തുവാൻ. ഇന്നലെ ഈ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഈ സംഭവം ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നു. അതിനുശേഷം അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഹെലികോപ്റ്ററുകൾക്ക് പറന്നുയരുവാനോ ലാൻഡിങ്ങിനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അത്രമാത്രം മോശമായിരുന്നു. അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ ഏതാണ്ട് ഉച്ച സമയം വരെ നിന്നിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി. പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഹെലികോപ്റ്റർ വഴി NDRF പ്രവർത്തകരെ, NDRF സേനാംഗങ്ങളെ ഈ മേഖലയിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിഞ്ഞത്. NDRFിനൊപ്പം തന്നെ ഈ മണ്ണിനടിയിലുള്ള ജീവനുകൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തുവാൻ അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച നായകളും NDRFിനൊപ്പമുണ്ട്. ഇതിനൊപ്പം തന്നെ ഡോപ്ലർ സ്കാനിംഗ് ഉപയോഗിച്ചുകൊണ്ടും സ്കാനിംഗ് നടത്തുമെന്നുള്ളതാണ് NDRF വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ധരാസിയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മുഴുവൻ ചെളി മൂടപ്പെട്ട ഒരവസ്ഥയാണ്. ഏതാണ്ട് ഒരു 2 നില വീടിൻ്റെ ആദ്യത്തെ നില മുഴുവൻ ചെളി മൂടുന്ന, അത്രമാത്രം ചെളി മൂടുന്ന ഒരവസ്ഥയാണ്. വലിയൊരു ജലബോംബായിരുന്നു കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഭയാനകമായിരുന്നു ആ സ്ഥിതി എന്നുള്ളത്. ആ മുകളിൽ നിന്നും ഒലിച്ചു വരുന്ന ഈ ഒരു ഗംഗാ നദിയുടെ വെള്ളം നേരെ ഒഴുകി ഈ ഗ്രാമത്തിലേക്ക്, ധരാസിയിലേക്ക് ഒരു ജലബോംബ് പോലെ എത്തുന്നു. ആ ഗ്രാമം പൂർണ്ണമായും വാനിഷ് ആകുന്ന, അല്ലെങ്കിൽ അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പ്രാണരക്ഷാത്രം നിരവധി പേർ ഓടുന്ന കാഴ്ചകളും കാണാമായിരുന്നു. എന്നാൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും മരണം ഇപ്പോൾ ഔദ്യോഗികമായി 5 എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അതേസമയം 50ലധികം ആൾക്കാരെ മിസ്സിംഗ് ആണ്, അവരെ കാണാനില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ NDRFിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. ഇവർ ജീവനോടെ ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്നില്ല. അങ്ങനെ അവിടെ ഇന്നലെ ഈ ദുരന്ത ഭൂമിയിൽ ധരാസിയിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും, അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും ഒക്കെ തന്നെ ഇന്നലെ ആദ്യം പ്രയോറിറ്റി നിശ്ചയിച്ച് ആദ്യം തന്നെ അവരെ ഹെലികോപ്റ്ററിൽ ഈ ഉത്തരകാശി മേഖലയിലേക്ക് എത്തിക്കുകയും മെഡിക്കൽ ആവശ്യമുള്ളവരെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റുള്ളവരെ ഗവൺമെൻറ് ഷെൽട്ടറിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിച്ചില്ല. രാവിലെ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചാൽ ഉടൻ തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ ആ മേഖലയിലേക്ക് എത്തിക്കും. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രശ്പുത്ര റൈഫിൾസിനാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ളത്. സൈന്യത്തിന് പുറമെ NDRF
NDRF ഉണ്ട്. അതേപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ സാന്നിധ്യവും ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. കൂടാതെ SDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഉത്തരാഖണ്ഡ് പോലീസുമാണ് ഈ രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തെത്തിക്കുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്രോഡീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകാമെന്നായിരുന്നു പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. ആവശ്യമെങ്കിൽ അധിക സൈന്യം അല്ലെങ്കിൽ അധിക ഫോഴ്സിനെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിലവിൽ ഇപ്പോഴുള്ള ഫോഴ്സ് പര്യാപ്തമാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തെരച്ചിൽ ആരംഭിച്ചു. വെളിച്ചം വലിയൊരു പ്രശ്നമായി നിലനിന്നിരുന്നു. ഈ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്നലെ രാത്രി തന്നെ പ്രത്യേക ജനറേറ്റർ സംവിധാനവും മറ്റും ഈ മേഖലയിലേക്ക് എത്തിച്ച് NDRF ഇന്നലെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ മേഖലയിലെ ചെളി നീക്കി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഏതായാലും ഇതുവരെ കൂടുതൽ മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ 5 മരണം എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഈ സെർച്ച് ഓപ്പറേഷനിലൂടെ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല വീടുകളും മറ്റും പോയ പല ആൾക്കാരും ഇപ്പോഴും ഈ പല മേഖലകളിലായി അതിൻ്റെ ഒരു ട്രോമയിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട്. അവരെ ഈ മേഖലയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ ഉപരി ഈ ദുരന്തമുണ്ടായി മാനസികമായി ഈ ഗ്രാമത്തിലുള്ളവർ പലരും തളർന്നു. അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള വേണ്ട ശക്തി നൽകുന്നതിന് അവർക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്. അതേസമയം തന്നെ ഉത്തരാഖണ്ഡിൻ്റെ പല മേഖലകളിലും അതിശക്തമായ മഴ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഋഷികേശിൽ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഋഷികേശിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഗംഗാ നദി കലങ്ങി കുത്തിയൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വലിയ ഒരു ആർത്തലിച്ച് ഗംഗാ നദി ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഭഗീരഥി നദിയും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഒരു അലച്ച് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നൽകിയിരിക്കുന്നത്. മഴ പൂർണ്ണമായും മാറിയിട്ടില്ല. അടുത്ത 5 ദിവസം കൂടി മഴ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരകാശി അടക്കമുള്ള മേഖലകൾ, ഉത്തരകാശി അതേപോലെ തന്നെ ഹരിദ്വാർ, അൽമോറ അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും പ്രവചനങ്ങൾ തെറ്റിച്ച് ഇന്നലെ ഉച്ച മുതൽ മഴ മാറി നിന്നതാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കാരണമായത്. അതേസമയം ഈ ചില മലയാളികൾ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസ് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനും കൃത്യമായ അവസരത്തിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യുവാനും വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചാണ് എയർലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സർവീസുകളും മറ്റും ഉപയോഗിക്കുന്നത്. ഈ ദുരന്ത മേഖലയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അതേപോലെ തന്നെ അവിടത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കുക എന്നതിലാണ് ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അവിടെ പരിക്കേറ്റവരെയൊക്കെ തന്നെ അല്ലെങ്കിൽ സുരക്ഷിതരല്ലാത്തവരെയൊക്കെ തന്നെ അവിടെ നിന്നും നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ അവിടെ സുരക്ഷിതരായി തന്നെ നിൽക്കുന്ന ആൾക്കാരെ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ മാറ്റും. ആ പ്രക്രിയയിലൂടെ മലയാളികളും പൂർണ്ണമായും അവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസിൻ്റെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നിർണായകമായി എന്ന് വേണം വിലയിരുത്താൻ. ഇപ്പോൾ നിലവിൽ അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിക്കുമെന്നും ഇവിടേക്ക് കൂടുതൽ NDRF സേനാംഗങ്ങളെ എത്തിക്കുമെന്നുള്ളതാണ് NDRFിൻ്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയുണ്ട്. ഭയാനകം തന്നെയാണ്, ഭീതിജനകം തന്നെയാണ് ഇപ്പോഴും സാഹചര്യം. എന്തായാലും ഇതിലേക്ക് എത്താം. നന്ദഗോപൻ തുടരുക. ഇടവേള അനിവാര്യമാണ്. വേഗത്തിൽ മടങ്ങിയെത്താം. ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. ഡൗൺലോഡ് ഈഴവ മാട്രിമോണി ആപ്പ്. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior for the warriors of life. ഉടയ്ക്കണ്ട, ചിരകണ്ട, പിഴിയണ്ട. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk. Order now. ഉത്തരകാശിയിലേക്കാണ് വീണ്ടും നന്ദഗോപൻ തുടരുന്നുണ്ട്. നന്ദൻ, ഈ 100-ലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. ഇവരൊക്കെ മണ്ണിനടിയിൽ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണോ രക്ഷാദൗത്യം ഇപ്പോഴും ഉള്ളത്? പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ? അതായത് ഔദ്യോഗികമായി രക്ഷയിരിക്കുന്നത് 50 കാണാനില്ല എന്നാണ്. പക്ഷെ കൂടുതൽ പേർ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യഘട്ടത്തിൽ 100 പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത്. പിന്നീട്
ഈ പ്രദേശവാസികൾ നൽകിയ വിവരങ്ങൾ പ്രകാരം പരിശോധിച്ചപ്പോൾ 50 പേരെ കാണാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സംഖ്യ ഈ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാർഗം അവരെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അവർക്ക് വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. വീടില്ലാത്തവരെ മാറ്റി ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെ ജീവനോടെ അല്ലെങ്കിൽ ജീവൻ്റെ തുടിപ്പുള്ള ആരും തന്നെ അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് ഇരയായവരാരും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മണ്ണിനടിയിൽ കൂടുതൽ പേർ ഉണ്ടാകും. അവർ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും ജീവൻ്റെ തുടിപ്പുള്ളവരെ കണ്ടെത്താനാണ് ഈ NDRF നായയുടെയും അതേപോലെ തന്നെ ഈ ഡോപ്ലർ സ്കാനിങ്ങിൻ്റെയൊക്കെ തന്നെ സഹായം തേടിയിട്ടുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഈ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ എയർലിഫ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ തയ്യാറാണ്. ഉത്തരാഖണ്ഡ് സർക്കാർ 3 ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുത്ത് ഇത്തരം സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ ആർമിയുടെ സർവീസും ഹെലികോപ്റ്റർ സർവീസും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ആർമിയുടെ ഈ സർവീസിൽ പ്രത്യേക മെഡിക്കൽ സംഘം കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ആർമി മെഡിക്കൽ കോറിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക മെഡിക്കൽ ടീം സജ്ജമായി തന്നെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആർമി ഹെലികോപ്റ്ററും ഇവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതായത് അന്തരീക്ഷമാകെ പ്രക്ഷുബ്ധമാകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജീവനോടെ ഉണ്ടായിരുന്നവരെയോ അല്ലെങ്കിൽ ജീവനോടെ ഉള്ളവരെയോ മണ്ണിനടിയിൽപ്പെട്ടവരെയൊക്കെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉള്ളവരെ അല്ലെങ്കിൽ മരണപ്പെട്ടവരെയൊക്കെ തന്നെ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ മാത്രമേ ഇവിടേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഇനിയും വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ മോശമാകുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം അടക്കം വലിയ രീതിയിൽ അതിനെ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഒരു മഴവെള്ള പാച്ചിൽ അവിടേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഈ ഉരുൾപൊട്ടി വന്ന മേഘവിസ്ഫോടനം നടന്ന് ഉരുൾപൊട്ടി വന്ന ആ മേഖലയിൽ കൂടി അതിശക്തമായി വെള്ളം വീണ്ടും ഈ മേഖലയിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഈ മഴ മാറി നിന്നാൽ മാത്രമേ അവിടുത്തെ ആ വെള്ളം മാറി നിൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷികളും പല ഇരുനില വീടുകളുടെയും ആദ്യത്തെ നില മുഴുവൻ ചെളിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കെട്ടിടങ്ങൾ പലതും ഈ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും ഒലിച്ചു പോവുകയുണ്ടായി. ധരാസിയിലെ ഒരു മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ മാർക്കറ്റ് ഇപ്പോൾ അവിടെ കാണാനേ ഇല്ല. മറിച്ച് അവിടെ ഒരു തരിശു ഭൂമി എന്ന നിലയിലാണ് ഇപ്പോൾ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ സമാനമായ രീതിയിൽ ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഇത്തരം അവസ്ഥകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇവിടെ നിന്ന് ഉത്തരകാശിയിൽ നിന്നും ധരാസിയിലേക്ക് പോകുമ്പോൾ നിരവധി ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഈ ഹെലികോപ്റ്റർ സർവീസ് വഴി അവിടെ എത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പലർക്കും പല ആവശ്യങ്ങൾക്കും അടിയന്തര ഘട്ടത്തിൽ പുറത്തേക്ക് പോകണമെങ്കിൽ അവർക്കും ഈ ഹെലികോപ്റ്റർ സർവീസ് ഉപയോഗിക്കാമെന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ അവിടെ ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഓഫീസർ, ഒരു ഗസറ്റഡ് ഓഫീസറെ ഈ മേഖലയിൽ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് അദ്ദേഹത്തെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന പക്ഷം ഈ ഹെലികോപ്റ്റർ സർവീസ് മുഖേന അവരെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്തെത്തിക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ആ ഗ്രാമവാസികൾ സുരക്ഷിതരാണ്. അവർക്ക് ഇത്തരത്തിൽ അവരെ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ റോഡ് മാർഗം അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഈ റോഡ് തകർന്നതിനാൽ തന്നെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറയുന്നത് അടുത്ത 3 ദിവസത്തിനുള്ളിൽ, കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നുള്ളതാണ്. നന്ദ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കൺസേൺ, വെല്ലുവിളി ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. ഇന്നും പലയിടത്തും റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ. മാത്രമല്ല നന്ദൻ, ഈ 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു എന്നാണല്ലോ. അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഇനി തുടർ നടപടികൾ ഇപ്രകാരമായിരിക്കും. അവിടേക്കുള്ള റോഡ് മാർഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ടോ? എന്താണ് അവരുടെ അവസ്ഥ? അതുതന്നെയാണ്. അതായത് ഈ റോഡാണ് അവിടേക്ക് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ റോഡ് പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കാൽനട മാത്രം ഈ റോഡിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ ചിലർ നടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതേപോലെ റോഡ് മാർഗം
നടന്നു വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. എങ്കിലും അതും വളരെ ഹൈ റിസ്ക് ആണ് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ റോഡ് കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ കണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായി. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രിയിലും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 16 സ്ഥലങ്ങളിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായി. ഈ ബദരി ഹൈവേ, ഹരിദ്വാറിൽ നിന്നുമുള്ള ബദരി ഹൈവേ പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ മണ്ണ് മാറ്റി ഈ മേഖലയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിയുന്നത് അത് വലിയ വെല്ലുവിളിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭയാനകം എത്രമാത്രമാണെന്ന്. ഒരു വലിയ പാറക്കല്ല് ആ റോഡിലേക്ക് വന്ന് പതിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഇന്നലെ ആ ഒരു പാറക്കല്ല് ഉണ്ടായിരുന്നില്ല. ഈ പാറക്കല്ല് ഇന്നലെ രാത്രിയിൽ മുകളിൽ നിന്നും വന്ന് പതിച്ചതാണ്. ഈ കൂടുതൽ മണ്ണൊന്നും ഈ മേഖലയിലേക്കില്ലായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ കാണാൻ കഴിയും. ഈ പൊക്കത്തിലുണ്ടായിരുന്ന റോഡാണ്. ഈ പൊക്കത്തിലുണ്ടായിരുന്ന റോഡ് ഇടിഞ്ഞ് പൂർണ്ണമായും താഴേക്ക് താന്നിരിക്കുകയാണ്. ഏതാണ്ട് ഈ റോഡ് തന്നെ രണ്ടായിട്ട് ഒരു ഭാഗം മുകളിലേക്കും ഒരു ഭാഗം താഴേക്കും ഇരുത്തുന്ന അവസ്ഥയാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകും ഈ റോഡിൻ്റെ പൊക്കം എത്രമാത്രമായിരുന്നു എന്ന്. ഇപ്പോൾ ഏതാണ്ട് താഴെക്കൂടെ ഒഴുകുന്ന ആ ഭഗീരഥി നദിക്ക് ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് ഈ റോഡ് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയും കാലാവസ്ഥ കൂടുതൽ മോശമായാൽ ഒരുപക്ഷെ കൂടുതൽ ഈ ഭാഗങ്ങൾ ഇടിയുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് ഒന്നുകൂടി ക്യാമറമാൻ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെ ഈ താഴെ ഇതേപോലെ ഇങ്ങനെ വിണ്ട് കീറിയ വരകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകൾ അല്പസമയത്തിനകം തന്നെ ഇവിടെയും ഇടിഞ്ഞു പോകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ മേഖലകളിൽ ഇതേപോലെ ഇങ്ങനെ വിണ്ട് കീറിയ വരകൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് ദൃശ്യമാകും. ഇങ്ങനെ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ ഈ വിണ്ട് കീറി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമടക്കം ഇവിടെ ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുകയാണ്. ഇവിടേക്ക് നേരത്തെ ഇവിടെ വരെ വാഹന ഗതാഗതം അനുവദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥിതി ഇങ്ങനെ ഈ വിണ്ട് കീറി കൂടുതൽ ഭാഗങ്ങൾ ഇടിയുവാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഈ ഭാഗം തന്നെ കാണാൻ സാധ്യതയില്ല. ഇത് പൂർണ്ണമായും ഇടിഞ്ഞ് ഈ നദിയിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അതാണ്. ഉത്തരാഖണ്ഡ് ദേവഭൂമിയാണ്, കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുന്ന സ്ഥലം ഹിമാലയൻ മേഖലകളിൽ ഇത് സാധാരണമാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടം അത് വലിയൊരു ദുരന്തമായിരുന്നു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുവാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരം ഉരുൾപൊട്ടുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, മേഘവിസ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവിടൊക്കെയുള്ള ജനങ്ങൾക്ക് കൃത്യമായ അലേർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്പം കുറച്ചത് ഈ സർക്കാരിൻ്റെ ഒരു മുൻകരുതൽ, ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഒരു മുൻകരുതൽ എന്ന് വേണം വിലയിരുത്താൻ. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ചർച്ച ചെയ്ത് അതിശക്തമായ മഴ വരുന്ന തീയതികൾ കൃത്യമായി ജനങ്ങളെ അറിയിച്ച് ഇത്തരം കൂടുതൽ ഈ വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നന്ദഗോപൻ MP, കൃഷ്ണകുമാർ, നിങ്ങൾ രണ്ടുപേരുമാണ് ജനം TV പ്രതിനിധികളായി അവിടെ ഉള്ളത്. സുരക്ഷിതരായി തന്നെ ഇരിക്കുക, സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടനെ മാറുക. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലും ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കും. നമുക്ക്